ഡൈജഷൻ ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ആണ് കഴിഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ള പോർഷനാണ് അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് പ്രോഡക്ട്സ്. ഈ ഡൈജസ്റ്റഡ് പ്രോഡക്ട്സിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണ്? അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസ് ആർ കൺട്രോൾഡ് ബൈ ന്യൂറൽ ആൻഡ് ഹോർമോണൽ മെക്കാനിസം. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ്, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി ആയാലും ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻ ആയാലും അതിനെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂറോൺസും ഹോർമോൺസുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെൽ കിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് സലൈവറി സെക്രീഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. ഈ ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ സെക്രീറ്റ്സ് ഡൈജസ്റ്റീവ് ഹോർമോൺസ്. ഗ്യാസ്ട്രിക് ഗ്ലാൻസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാവിറ്റിയുടെ ഉള്ളിലുള്ള അതുപോലെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയും ഡൈജസ്റ്റീവ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. These digestive hormones control the secretion of digestive juices. ഡൈജസ്റ്റീവ് ജ്യൂസസിലാണ് എൻസൈംസ് ഉണ്ടാവുക. ഈ എൻസൈംസ് ആണ് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ് പ്രോഡക്ട്സ്. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എൻ പ്രോഡക്ട്സ് ഓഫ് ഡൈജഷൻ ഫ്രം ഇൻറ്റസ്റ്റൈൻ ടു സർക്കുലേറ്ററി ഫ്ലൂയിഡ്. ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആയ സബ്സ്റ്റൻസസിൻ്റെ എൻ പ്രോഡക്ട്സ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാകുന്നത്, അതായത് മൈക്രോ മോളിക്യൂലാർ രൂപത്തിൽ, മോണോമേഴ്സ് രൂപത്തിൽ, ഇപ്പോൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, അങ്ങനെ മോണോമേഴ്സ് രൂപത്തിലുള്ള അതിനാണ് എൻ പ്രോഡക്ട്സ്. അതാണ് എൻ പ്രോഡക്ട്സ്. അപ്പോൾ ഈ എൻ പ്രോഡക്ട്സിനെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ ലിംഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ രണ്ട് തരത്തിലുണ്ട്, പാസീവും ആക്റ്റീവും. പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി യൂട്ടിലൈസേഷനൊന്നും ഇല്ലാതെ നടക്കുന്ന അബ്സോർപ്ഷനാണ് പാസീവ് അബ്സോർപ്ഷൻ. പാസീവ് അബ്സോർപ്ഷൻ രണ്ട് തരത്തിലുണ്ട്, ഓസ്മോസിസും ഡിഫ്യൂഷനും. എന്നിട്ട് ഡിഫ്യൂഷൻ തന്നെ രണ്ട് തരത്തിൽ, സിമ്പിൾ ആൻഡ് ഫെസിലിറ്റേറ്റഡ്. ഫസ്റ്റ് ഇസ് പാസീവ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട്. ന്യൂട്രിയൻസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു വിത്തൗട്ട് യൂട്ടിലൈസിങ് എനർജി. നിങ്ങൾക്കിവിടെ ടെക്സ്റ്റിൽ കാണാം, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാണ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് പാസീവ് അബ്സോർപ്ഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ഇതിൽ ഓസ്മോസിസും വരും, ഡിഫ്യൂഷനും വരും. ഓസ്മോസ് ആണെങ്കിൽ കൂടുതൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടറാണ്. ഡിഫ്യൂഷൻ ആണെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ, ദാറ്റ് ഈസ് പാർട്ടിക്കിൾസ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ, കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക്, ഫ്രം ഹയർ ടു ലോവർ ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ദാറ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. ഇനി പാസീവ് അബ്സോർപ്ഷനിൽ ഡിഫ്യൂഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. സിമ്പിൾ ഡിഫ്യൂഷൻ മീൻസ് ഇൻ ദിസ് മോളിക്യൂൾസ് എലോൺ ക്യാൻ ബി ഡിഫ്യൂസ്ഡ്. അതായത് മോളിക്യൂൾസിനെ മാത്രമാണ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് മോണോസാക്കറൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, ഇലക്ട്രോലൈറ്റ്സ്, ക്ലോറൈഡ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെൻറ്റ്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, ഇലക്ട്രോലൈറ്റ്സ്, ക്ലോറൈഡ്സ് എക്സെട്ര. Then next one is facilitated diffusion. This diffusion occurs with the help of carrier proteins. പക്ഷേ സിമ്പിൾ ഡിഫ്യൂഷൻ്റെ സമയത്ത് കാരിയർ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ഇനി നെക്സ്റ്റ് subdivision is active transport or active absorption. Absorption of nutrients from lower concentration to higher concentration with the help of energy. നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്, പാസീവിനേക്കാൾ ഓപ്പോസിറ്റാണ്. പാസീവ് എന്ന് പറഞ്ഞാൽ ഹയറിൽ നിന്ന് ലോവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ബട്ട് ഹിയർ ഇൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. It is an energy utilizing process. It needs energy. And example amino acids, glucose, electrolytes. Okay.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ്സ്. ഹൗ ലിപ്പിഡ്സ് ആർ അബ്സോർബ്ഡ്. അപ്പോൾ ലിപ്പിഡ്സിൻ്റെ പ്രത്യേകത, ലിപ്പിഡ്സ് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്. അതായത് മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ്, ഫാറ്റി ആസിഡ്സ് ഏത് തരത്തിൽ ഏത് ഫോമിലെടുത്താലും ലിപ്പിഡ്സ് ആർ വാട്ടർ ഇൻസോല്യൂബിൾ. വൈൽ ബൈൽ സോൾട്ട്സ് ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ്, ബൈൽ സോൾട്ട്സും ഫോസ്ഫോലിപ്പിഡ്സും ഈ convert this lipid molecules into spherical water soluble droplets called micelles. How micelles are formed? Bile salts and phospholipids, bile saltum phospholipidsum ഈ ചെറിയ സ്ഫെറിക്കൽ ആയിട്ടുള്ള വാട്ടർ സോലുബിൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറ്റി. and that structures are called micelles. They are reformed into small protein coated fat globules called chylomicrons. റീഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ചെറിയ പ്രോട്ടീൻ കോട്ടഡ്, അതായത് ഈ ലിപ്പിഡ് മോളിക്യൂൾ വിച്ച് ഇസ് കോട്ടഡ് ബൈ പ്രോട്ടീൻ കോട്ടഡ് ഫാറ്റ് globules. This is called chylomicrons. They are transported into lacteals in the villi. വില്ലയിൽ ലാക്റ്റിയൽസ് എന്ന് പറയുന്ന ലിംഫാറ്റിക് വെസൽ ഉണ്ട്. ആ ലിംഫാറ്റിക് വെസലിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, കൈലോമൈക്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഫ്രം ദ ലിംഫ് കൈലോമൈക്രോൺസ് എൻറ്റർ ബ്ലഡ്. ഇപ്പോൾ ലിംഫിൽ നിന്ന് കൈലോമൈക്രോൺസ് ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യും. നെക്സ്റ്റ് കംസ് അബ്സോർപ്ഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എലിമെൻ്ററി കനാൽ. എലിമെൻ്ററി കനാലിൻ്റെ പല ഭാഗത്ത് വെച്ചുള്ള അബ്സോർപ്ഷൻ അതെങ്ങനെയാണ്? In mouth, certain drugs only can be absorbed. In stomach, water, simple sugars, some drugs and alcohol can be absorbed. In small intestine, all nutrients including minerals and vitamins. And in large intestine, water, some minerals and drugs. Okay. Then, absorption in different parts of alimentary canal. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് ദ ചീഫ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്റ്റീവ് സർഫസ് ഉള്ളത്. വൈ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് വില്ലൈ. നമുക്കറിയാം വില്ലൈ സർഫസ് ഏരിയ കൂട്ടുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ വില്ലൈ ഉണ്ടാവാം. ഇറ്റ്സ് ഗ്രേറ്റ് ലെങ്ത്, ഇതിൻ്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കാം. കോയിൽഡ് നേച്ചർ. ദെൻ അബ്സോർബ്ഡ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് ദ ചീഫ് ഏരിയ. അബ്സോർപ്ഷൻ സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലൈ ഉണ്ട്. അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ സെൽസ് ഗ്രേറ്റ് ലെങ്ത് ഉള്ളവരാണ്. ആൻഡ് ഓൾസോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് കോയിൽഡ് ഇൻ നേച്ചർ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ വളരെയധികം ലെങ്ത് ഉള്ളതാണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ കോയിൽഡ്. Then absorbed materials are incorporated into the tissue for their activities. അബ്സോർബ് ചെയ്യപ്പെട്ട മെറ്റീരിയൽസ് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകും. എന്തിനു വേണ്ടിയിട്ടാണ്? വേരിയസ് ആക്ടിവിറ്റീസ്. ആൻഡ് ദീസ് ആക്ടിവിറ്റീസ് ആർ ടുഗെദർലി നോൺ ആസ് അസിമിലേഷൻ. Undigested substances like plant fibers, dead bacteria, worm, fecal matter, etc. It enters cecum through the ileocecal valve, which prevents the backflow of feces. അപ്പോൾ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവുമല്ലോ, ദറ്റ് ഈസ് പ്ലാന്റ് ഫൈബർ, ഡെഡ് ബാക്ടീരിയ, അങ്ങനത്തെ ഒക്കെ ഫീക്കൽ മാറ്ററിൽ. അപ്പോൾ absorbed materials are incorporated into the tissue for their activities and it is called assimilation. അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ഫൈബേഴ്സ്, ഡെഡ് ബാക്ടീരിയ അതൊക്കെ സീക്കത്തിലേക്ക് കടക്കും ത്രൂ ദ ഇലിയോസീക്കൽ വാൽവ്, വിച്ച് പ്രിവെൻറ്റ്സ് ദ ബാക്ക് ഫ്ലോ ഓഫ് ഫീസിസ് തിരിച്ച് ബാക്കിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഇലിയോസീക്കൽ വാൽവ്. Then feces are temporarily stored in rectum and are eliminated through anus. This is called egestion, the final step in the process of digestion. That is called egestion. That is, feces are temporarily stored in rectum
and are eliminated through anus. That phenomenon is called egestion or defecation. നെക്സ്റ്റ് ആണ് ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ്. ഫസ്റ്റ് വൺ, ജോണ്ടിസ്. ഹിയർ ദ സ്കിൻ ആൻഡ് ഐ ടേൺസ് യെല്ലോ ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ബൈൽ പിഗ്മെൻറ്റ്സ്. നമുക്ക് കാണാം ഇതിൽ സ്കിന്നും അതുപോലെ ഐ അതൊക്കെ യെല്ലോ ആയിട്ട് മാറുകയാണ്. അതിന് കാരണം ബൈൽ പിഗ്മെൻറ്റ്സിൻ്റെ ഡെപ്പോസിഷനാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിവർ ഡാമേജിനെയാണ്. ഇറ്റ് ഈസ് ജോണ്ടിസ്. സ്കിൻ അതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ സ്കിൻ ആൻഡ് ഐ ടേൺസ് യെല്ലോ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സിംറ്റംസ് ഡെവലപ്സ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ബൈൽ പിഗ്മെൻറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലിവർ ഡാമേജ്. കരളിന് എന്തെങ്കിലും ഡിസീസ് വരുന്നതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ. നെക്സ്റ്റ് വൺ ഇസ് വോമിറ്റിംഗ്. ദാറ്റ് ഈസ് ഇജക്ഷൻ ഓഫ് സ്റ്റൊമക് കണ്ടൻറ്റ് ത്രൂ മൗത്ത്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അപ്പോൾ സ്റ്റൊമക്കിലെ കണ്ടൻസ് മൗത്ത് വഴി പുറത്ത് പോവാം. ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് വോമിറ്റിംഗ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. നെക്സ്റ്റ് ഇസ് ഡയേറിയ. ഡയേറിയ മീൻസ് ഫ്രീക്വൻറ്റ് എലിമിനേഷൻ ഓഫ് വാട്ടറി ഫീസസ്. അതായത് വെള്ളം പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലൂയിഡ് വളരെ എക്സസീവ് ഫ്ലൂയിഡ് രൂപത്തിലുള്ള ഫീക്കൽ മാറ്റർ ഇടയ്ക്കിടയ്ക്ക് പോകണം പോവാം. ദാറ്റ് ഈസ് കോൾഡ് ഡയേറിയ. ഇറ്റ് റെഡ്യൂസസ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. അത് ഫുഡിൻ്റെ അബ്സോർപ്ഷൻ വളരെയധികം കുറയ്ക്കും. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതുപോലെ തന്നെ ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറയ്ക്കും. അതിന് ഡീഹൈഡ്രേഷൻ എന്ന് പറയും. ഈ വൊമിറ്റിങ്ങും ഡയറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റ് വളരെയധികം കുറയും. അപ്പോഴാണ് നമ്മൾ ORS ഒക്കെ കലക്കി കുടിക്കാനൊക്കെ പറയുന്നത്, റീഹൈഡ്രേഷന് വേണ്ടിയിട്ട്. മറ്റേത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. നമ്മൾ റീഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് ORS ലായനിയൊക്കെ കുടിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോൺസ്റ്റിപ്പേഷൻ. നേരെ ഓപ്പോസിറ്റ്, ഡയറിയുടെ ഓപ്പോസിറ്റാണ്. അതായത് ഇൻഫ്രീക്വൻറ്റ് എലിമിനേഷൻ ഓഫ് ഡ്രൈ സ്റ്റൂൾ. അപ്പോൾ ഫീക്കൽ മാറ്റർ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ അത് ഏനസ് വഴി പുറത്തേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ് വിൽ ബി പെയിൻഫുൾ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിക്രീസ്ഡ് പെരിസ്റ്റാൾസിസ് ഇൻ കോളൻ. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കോളനിൽ ഒക്കെ എത്തുമ്പോഴേക്കും പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കുറയുന്നതുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ വരാൻ കാരണം. നെക്സ്റ്റ് ഇസ് ഇൻഡൈജഷൻ. ദിസ് ഈസ് ദ കണ്ടീഷൻ ലീഡിങ് ടു ദ ഫീലിംഗ് ഓഫ് ഫുൾനെസ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഡൈജഷൻ. അതായത് ഡൈജഷൻ ശരിയല്ലാത്തപ്പോൾ നമുക്ക് നമ്മുടെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതിനെയാണ് ഫീലിംഗ് ഓഫ് ഫുൾനെസ് എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. ആങ്സൈറ്റി, ഉത്കണ്ഠ, അതുപോലെ ഇൻഅഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ. എൻസൈം സെക്രീഷൻ മതിയാവാതെ വരിക, ഡൈജഷന് മതിയാവാതെ വരിക, ഫുഡ് പോയ്സണിങ്, ഫുഡിൽ എന്തെങ്കിലും പോയ്സൺ കണ്ടൻറ്റ്, സ്പൈസി ഫുഡ്, സ്പൈസി ആയിട്ടുള്ള ഫുഡും ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇംപ്രോപ്പർ ഡൈജഷന് കാരണമായിട്ട് വരിക. ആൻഡ് ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഇൻഡൈജഷൻ. നെക്സ്റ്റ് വൺ ഇസ് എ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ദാറ്റ് ഇസ് PEM. ഇറ്റ് ഈസ് എ ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഫുഡ് കാലറീസ്. അതായത് ഡയറ്റിൽ കൂടെ കിട്ടേണ്ട പ്രോട്ടീൻസും അതുപോലത്തെ ഫുഡ് കാലറീസും കുറയുക. അപ്പോൾ വരുന്ന ഡിസീസാണ് PEM, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഇറ്റ് കോസസ് മറാസ്മസ് ആൻഡ് ക്വാഷിയോക്കർ ഇൻ ചിൽഡ്രൻ. അപ്പോൾ ഈ ഡിസീസ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്തിന് കാരണമാകും? മറാസ്മസിനും ക്വാഷിയോക്കറിനും കാരണമാകും കുട്ടികളിൽ. അപ്പോൾ എന്താണ് മരാസ്മസ് നോക്കാം. മരാസ്മസ് ഇസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് കാലറീസ്. അതൊരു ഡിസീസാണ്. അത് വരാൻ കാരണം പ്രോട്ടീനും കാലറിയും ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട്, പോരാതെ വരുന്നതുകൊണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇൻഫൻറ്റ്സ് ലെസ് ദാൻ എ ഇയർ ഇൻ ഏജ്. 1 വയസ്സ് താഴെയുള്ള കുട്ടികളിലാണ് ഇത് സാധാരണഗതിയിൽ കാണുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് മദേഴ്സ് മിൽക്ക് ബൈ ഫുഡ്സ് വിത്ത് പുവർ പ്രോട്ടീൻ ആൻഡ് കാലറിക് വാല്യൂ. അതായത് കലോറി വാല്യൂ കുറഞ്ഞ് പ്രോട്ടീനൊക്കെ കുറഞ്ഞ്
ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുക ഇൻസ്റ്റെഡ് ഓഫ് മദേഴ്സ് മിൽക്ക്. അപ്പോഴാണ് ഈ മരാസ്മസ് വരാൻ സാധ്യത കൂടുതൽ. അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സെക്കൻഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ ചൈൽഡ് ബേർത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി വളരെ ചെറുതായിരിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ കേസിലൊക്കെ കുട്ടിക്ക് മദേഴ്സ് മിൽക്കിന് പകരം ഇതുപോലത്തെ ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. ദാറ്റ് മേ ഓൾസോ ലീഡ് ടു മരാസ്മസ്. മരാസ്മസിൻ്റെ സിംറ്റംസ് ഇംപെയർഡ് ഗ്രോത്ത് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പ്രോട്ടീൻസ്. ഇംപെയർഡ് ഗ്രോത്ത് വളർച്ച മുരടിക്കുക, അതുപോലെ തന്നെ എക്സ്ട്രീം ഇമാസിയേഷൻ ഓഫ് ദ ബോഡി, തിൻ ലിംസ് വളരെ നേർത്ത കാലുകൾ, ഡ്രൈ തിൻ ആൻഡ് റിങ്കിൾഡ് സ്കിൻ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ, ഡിക്ലൈൻ ഗ്രോത്ത് റേറ്റ് ആൻഡ് ബോഡി വെയ്റ്റ് ബോഡി വെയ്റ്റും കുറയുക, ഗ്രോത്ത് റേറ്റ് കുറയുക, ഇംപെയർഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് മെൻ്റൽ ഫാക്കൽറ്റീസ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ വളരെയധികം കുറയുക. അതുമൊക്കെ മരാസ്മസിൻ്റെ സിംറ്റംസാണ്. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ക്വാഷിയോക്കർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഓൺലി. നേരത്തെ പറഞ്ഞ മരാസ്മസ് പ്രോട്ടീൻ ആസ് വെൽ ആസ് കാലറി ഡെഫിഷ്യൻസി ആയിരുന്നു. പക്ഷേ ക്വാഷിയോക്കർ വരുമ്പോൾ പ്രോട്ടീൻ മാത്രം ഡെഫിഷ്യൻറ്റ്. അതിൻ്റെ റീസൺ ഇത് പറഞ്ഞവരാണ് റീപ്ലേസ്മെൻറ്റ് ഓഫ് മദേഴ്സ് മിൽക്ക് ബൈ എ ഹൈ കാലറി ലോ പ്രോട്ടീൻ ഡയറ്റ്. അപ്പോൾ അമ്മയുടെ പാലിന് പകരം ഹൈ കാലറി ഇല്ല ലോ പ്രോട്ടീനുള്ള ഡയറ്റ് ഫോളോ ചെയ്താൽ ഇറ്റ് മേ ലീഡ് ടു ക്വാഷിയോക്കർ. Replacement of mother's milk by a high calorie low protein diet in a child more than 1 year in age. അതാണ് റീസൺ. Then symptoms like marasmus, it shows wasting of muscles weaken ചെയ്യും, thin limbs, failure of growth and brain development. നേരത്തെ പറഞ്ഞ അതേ സിംറ്റംസ് ആണ് ഏകദേശം. പിന്നെ അൺലൈക്ക് മരാസ്മസ് സം ഫാറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ ദ സ്കിൻ. മരാസ്മസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്വാഷിയോക്കറിൻ്റെ വിക്ടിംസിൽ ഫാറ്റ് ഉണ്ടാവും, എക്സ്റ്റെൻസീവ് എഡീമ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ബോഡി പാർട്സ്. അതായത് മരാസ്മസ് പോലെ അല്ലാതെ ഫാറ്റ് ഉണ്ടാവും സ്കിന്നിൻ്റെ ലോവർ സർഫസിൽ, അതുപോലെ തന്നെ എഡീമ, നീർക്കെട്ട് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ബോഡി പാർട്സ്. ഇത്രയുമൊക്കെയാണ് ക്വാഷിയോക്കറിൻ്റെ സിംറ്റംസ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഓൾസോ അബ്സോർപ്ഷൻ. ഇത്രയുമാണ് ഇന്ന് പഠിക്കാനുള്ളത്.